പുറത്താക്കപ്പെട്ട പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി എ.പി. ജയന്റെ പേരിൽ സിപിഐയിൽ തർക്കം. എ.പി. ജയനെതിരായ നടപടിയിൽ സംസ്ഥാന കൌൺസിൽ അംഗങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ഇതിനിടെ എ.പി. ജയനെതിരായ അച്ചടക്ക നടപടി നടപ്പിലാക്കി. പി.വി. അരുൺ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അരുൺ, കൂടുതൽ വിവരങ്ങൾ. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയനെ നേരത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തിയിരുന്നു. പാർട്ടി നേതാവുകൾ നൽകിയ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയെ തുടർന്ന നടപടി. പക്ഷേ അന്ന് ജയന്റെ വാദം കേൾക്കാതെ, ജയന് പറയാനുള്ള കാര്യങ്ങൾ വിശദീകരണം കേൾക്കാതെ നടപടിയെടുത്ത് ശരിയായില്ല എന്ന വിമർശനം ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവിൽ ഉയർന്നു വന്നു. തുടർന്നാണ് പുറത്താക്കപ്പെട്ടെങ്കിലും ഇന്ന് കൌൺസിൽ യോഗത്തിലേക്ക് ജയനെ വിളിച്ചു വരുത്തിയത്. ദേശീയ സെക്രട്ടറി ഡി രാജയടക്കം, ജനറൽ സെക്രട്ടറി ഡി രാജയടക്കം പങ്കെടുത്തുകൊണ്ടാണ് ഇന്ന് സംസ്ഥാന കൌൺസിൽ ചേർന്നത്. ആ കൌൺസിലിൽ ജയന്റെ വാദങ്ങൾ പൂർണ്ണമായും സംസ്ഥാന കൌൺസിൽ കേട്ടു. ജയനെതിരായ നടപടിയിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച് അംഗങ്ങൾ രംഗത്ത് വന്നെങ്കിലും നേരത്തെ എടുത്ത നടപടി ഇന്നത്തെ കൌൺസിലും അംഗീകരിക്കുകയായിരുന്നു. ജയൻ ബാങ്ക് രേഖകളടക്കം ഹാജരാക്കിയാണ് തനിക്ക് അനധികൃത സ്വത്ത് സമ്പാദനമില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ വാദങ്ങൾ പൂർണ്ണമായും സംസ്ഥാന കൌൺസിൽ തള്ളി. ജയനെതിരായ അച്ചടക്ക നടപടി തുടരും. നേരത്തെ എടുത്ത നടപടി ഇന്നത്തെ കൌൺസിൽ യോഗം സ്ഥിരീകരിച്ചു. ഏതായാലും ജയൻ നടപടി തുടരാൻ തന്നെയാണ് തീരുമാനം. കാനൻ രാജേന്ദ്രന്റെ എതിർപക്ഷത്തായതുകൊണ്ടാണ് ജയനെതിരെ അന്ന് തിടുക്കപ്പെട്ട നടപടിയെടുത്തെന്ന വാദമാണ് എതിർവിഭാഗം ഉന്നയിച്ചത്. പക്ഷേ ആ വാദങ്ങളെ തള്ളിക്കൊണ്ട് ഇന്ന് ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്ത സംസ്ഥാന കൌൺസിൽ ജയനെതിരായ നടപടിയും നടപ്പാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നന്ദി. വി. അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.